ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിലി വർഗീസ് പായിക്കാട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് യൂത്ത് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്. അതിൻ്റെ ഓരോ ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. 3 ചോദ്യങ്ങൾ നാം കണ്ടു. ഇന്നലെ കണ്ടത് ദൈവത്തിന് അല്ലെങ്കിൽ മനുഷ്യന് ദൈവത്തെ അറിയാനായിട്ട് എന്തുകൊണ്ടാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കാൻ ഒരു ആഗ്രഹം ഇൻബിൽറ്റായിട്ട് തന്നെ മനുഷ്യനിൽ ദൈവം നൽകിയിട്ടുണ്ട് എന്ന് നാം ഇന്നലെ കണ്ടു. ഇന്ന് 4ാമത്തെ ചോദ്യമാണ്, നമ്മുടെ യുക്തി കൊണ്ട് ദൈവാസ്തിത്വം അറിയാൻ കഴിയുമോ? നമ്മുടെ യുക്തി കൊണ്ട് ദൈവാസ്തിത്വം അറിയാൻ കഴിയുമോ? ക്യാൻ വി നോ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ് ബൈ ആർ റീസൺ? ദി ആൻസർ ഈസ് യെസ്, കഴിയും. മനുഷ്യയുക്തിക്ക് ദൈവത്തെ തീർച്ചയോടെ അറിയാൻ കഴിയും. യെസ്, ഹ്യൂമൻ റീസൺ ക്യാൻ നോ ഗാഡ് വിത്ത് certainty. യെസ്, ലോകത്തിന് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് ലോകത്തിന് അതിൽ തന്നെ അതിൻ്റെ ഉൽപ്പത്തിയും ലക്ഷ്യവും ഉണ്ടായിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ലോകത്തിന് അതിൽ തന്നെ അതിൻ്റെ ഉൽപ്പത്തിയും ലക്ഷ്യവും ഉണ്ടായിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കരം ഉണ്ടായിരിക്കണം, അല്ലേ? അസ്തിത്വമുള്ള എല്ലാറ്റിലും നാം കാണുന്നതിൽ കൂടുതൽ കാര്യമുണ്ട്. The world cannot have its origin and its destination within itself. In everything that exists, there is more than we see. The order, the beauty, the development of the world points beyond themselves toward God. അതാണ് ഇതിൽ പറയുന്നത്. ലോകത്തിലെ ക്രമവും സൗന്ദര്യവും വികസനവുമെല്ലാം അവയ്ക്കെല്ലാം അതീതമായ ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്, അതായത് നമ്മൾ കാണുന്ന എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവകരങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ദൈവകരങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും എൻ്റെ ഈ ശബ്ദം നിങ്ങളിലേക്ക് വരുന്നത്, പുറത്തേക്ക് വരുന്നത്, അതിനുള്ള കഴിവ് തരുന്നത് തമ്പുരാൻ്റെ കരങ്ങളാണ്, ദൈവത്തിൻ്റെ കരങ്ങളാണ്. സോ എല്ലാത്തിൻ്റെയും അസ്തിത്വം എന്ന് പറയുന്നത് ദൈവമാണ്. സത്യവും നന്മയും സുന്ദരവുമായതിനെ സ്വീകരിക്കാൻ എല്ലാ മനുഷ്യനും കഴിവ്. അതൊക്കെ ദൈവം തന്നിട്ടുള്ള കഴിവല്ലേ? നമ്മളത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ കഴിവുകൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ദൈവം തന്ന കഴിവ് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ്റെ ഉള്ളിൽ തന്നെ മനസ്സാക്ഷിയുടെ സ്വരം, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് തമ്പുരാനുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു മനസ്സാക്ഷി നമ്മോട് പറയാനുണ്ട്, ഇത് ചെയ്യണ്ട, അല്ലെ ഈ വഴി പോകണ്ട എന്നൊക്കെ മനസ്സാക്ഷിയുടെ സ്വരം നാം കേൾക്കുന്നുണ്ട്. അത് നന്മ ചെയ്യാൻ എല്ലാ മനുഷ്യനെയും നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യനും, എന്നെയും നിങ്ങളെയും എല്ലാം ദൈവം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ മനസ്സാക്ഷിയിലൂടെ നമുക്ക് തരുന്ന ഒരു ബോധ്യം നന്മ ചെയ്യാൻ മാത്രം. തിന്മ ചെയ്യാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അത് തിന്മയുടെ ശക്തി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് തിന്മ ചെയ്യാൻ ഒരു പ്രേരണ നമുക്കുള്ളത്. പക്ഷേ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയും നന്മ ചെയ്യുക. നന്മ ചെയ്യാൻ ഈ മനസ്സാക്ഷി അവനെ നിർബന്ധിക്കുന്നു, തിന്മയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നു. യെസ്, തിന്മയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നു. ഈ മാർഗം യുക്തിപൂർവം പിന്തുടരുന്നവൻ ദൈവത്തെ കണ്ടെത്തുന്നു. അപ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെ ശ്രദ്ധിച്ചാൽ, ദൈവത്തെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മുടെ ചുവടുകൾ വെച്ചാൽ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എവ്രി മാൻ ഈസ് റിസെപ്റ്റീവ് to what is true, good and beautiful. He hears within himself the voice of God and warns him against what is evil. Anyone who follows this path reasonably finds God. ദൈവത്തെ യഥാർത്ഥത്തിൽ ആ മനസ്സാക്ഷിയുടെ സ്വരം കേട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ യുക്തി കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ദൈവാസ്തിത്വത്തെ നമുക്കറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ അറിയാൻ നമുക്ക് സാധിക്കട്ടെ, അതിനുള്ള കഴിവ് കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വചനം ഇപ്രകാരം പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം
17-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒന്നാണ്, ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് ദൈവം അകലെയല്ല. എന്തെന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ നാം ജീവിക്കുന്നു ആരിൽ? അവിടുന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് നാം. നമ്മൾ അവിടുന്നിൽ ചരിക്കുന്നു, ക്രിസ്തുവിൽ ചരിക്കുന്നു, ക്രിസ്തുവിൽ നിലനിൽക്കുന്നു. നമ്മൾ ക്രിസ്തുവിൽ ഇന്നത്തെ ദിവസം ഒന്ന് ആഗ്രഹിച്ച്, ക്രിസ്തുവിൽ ഞാൻ നിലനിൽക്കട്ടെ, ക്രിസ്തുവിൽ ഞാൻ ചരിക്കട്ടെ. എൻ്റെ ഓരോ ചുവടും ക്രിസ്തുവിൽ വയ്ക്കാനായിട്ട്, യേശുവിനോട് കൂടി ചേർന്ന് വയ്ക്കുവാനായിട്ട് നമ്മുടെ ചുവടുകൾ വയ്ക്കാം, നമ്മുടെ ചിന്തകൾ യേശുവിനോട് ചേർത്ത് വയ്ക്കാം, നമ്മുടെ ജീവിതം യേശുവിനോട് ചേർത്ത് വയ്ക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.